ശിവൻകുട്ടിയാണ് ഞാൻ, കരിവള്ളൂർ ശിവൻകുട്ടി. അനക്കെന്താണ് ഇവിടെ കാര്യം? ഇറങ്ങിപ്പോടാ പുറത്ത്. ക്ഷോഭിക്കാതെ ഹാജിയാരെ, എനിക്ക് പറയാനുള്ളതോടെ പറഞ്ഞു കഴിയുമ്പോ നമ്മുടെ പത്ര സുഹൃത്തുക്കൾക്ക് കഥയുടെ പൂർവ്വ ചരിത്രം കിട്ടുമല്ലോ. ശിവൻകുട്ടി സംസാരിക്കട്ടെ. ആദ്യം MBR പറഞ്ഞ കുറ്റാരോപണം ഞാൻ സമ്മതിക്കുകയാണ്. പന്നിന്നൂർ ദാസന്റെ ദേഹത്ത് ഈ കാണുന്ന മുറിവുകളുടെ പാടുകൾ ഞാൻ ഉണ്ടാക്കിയതാണ്. സത്യം, ഞാൻ അയാളെ കൊല്ലാൻ ശ്രമിച്ചു, കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇയാൾ ജീവനോടെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നു. ആരാണ് ദാസൻ? MBR പറഞ്ഞു KMBയുടെ പ്രവർത്തകനായ ഇയാളെന്ന്. ആയിരിക്കാം, പക്ഷെ എനിക്ക് ഇയാൾ എന്റെ അച്ഛനെ കൊന്ന ഘാതകനാണ്. അതെ, MB രാജപ്പന്റെ ഒറ്റയാൾ പാർട്ടിക്ക് ഈ മണ്ണിൽ വേരിറക്കാൻ ഒരു രക്തസാക്ഷി വേണമായിരുന്നു. MBRന്റെ ആവശ്യപ്രകാരം എന്റെ അച്ഛനെ ബോംബെറിഞ്ഞ് കൊന്നവനാണ് ഈ ദാസൻ. കലാലയ രാഷ്ട്രീയ രംഗത്ത് ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയും വ്യക്തിപരമായി എന്നെയും താറടിച്ചു കാട്ടാനായി ഈ ഇരിക്കുന്ന ദിവാകരന് വേണ്ടി എന്റെ അനിയൻ ഉണ്ണിയെ കൊന്നവനാണ് ദാസൻ. തീർന്നില്ല, എന്റെ ആത്മാർത്ഥ സുഹൃത്ത് റഹീമിനെ തെരുവിലിട്ട് മൃഗീയമായി കശാപ്പ് ചെയ്തവനാണ് ദാസൻ. അങ്ങനെയുള്ള ഇവനെ, ഈ രാഷ്ട്രീയ നരഭോജികളുടെ ആയുധമായ ഇവനെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചു. അത് നിങ്ങൾ കേട്ട കഥ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് യാഥാർത്ഥ്യം. ആരും അനങ്ങരുത്. MB രാജപ്പനും ദിവാകരനും പകരം ശിവൻകുട്ടിയുടെ ചോര വേണമെങ്കിൽ വരാം. എന്താ പ്രതികാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ സന്ദർഭം. ആണത്വവും ചങ്കൂറ്റവും വാക്കുകളിലൂടെ അല്ലാതെ പ്രവർത്തിച്ച് കാണിക്കാനുള്ള അവസരമാണിത്. കണ്ണൂരിനെ കുരുതിപ്പറമ്പാക്കി മാറ്റിയതിൽ നിങ്ങൾക്കും പങ്കുണ്ട്. ചോരയുടെ മണം പടർത്തുന്ന വർത്തമാന പത്രങ്ങളിൽ അറും കൊലയുടെ കഥകൾ വർണ്ണിച്ച് പത്രത്തിന്റെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ നിങ്ങളും ശ്രമിച്ചു. കശാപ്പുശാലയുടെ പിന്നാമ്പുറത്ത് ചോര നക്കാൻ വരുന്ന, എല്ലിൻ തുണ്ടുകൾ തിന്നാൻ വരുന്ന തെരുവ് നായ്ക്കളുടെ ആർത്തി നിങ്ങളും കാണിച്ചു. ഇനി ഒരു വീണ്ടും വിചാരമാവാം. കണ്ണൂരിൽ ശാന്തിയും സമാധാനവും പുലരുന്ന ഒരു നാളേക്ക് വേണ്ടി ഇനി നിങ്ങൾക്കും പേനയെടുക്കാം. വയ്യ, ജീവിതം മുഴുവൻ വേദനകളുടെ, നഷ്ടങ്ങളുടെ ഘോഷയാത്രയായിരുന്ന ഒരുത്തന്റെ അപചയമാണിത്. ചേട്ടകളെ 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 ബാല, നിന്റെ മുന്നിലാവണം കീഴടങ്ങേണ്ടതെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അതിന് കഴിഞ്ഞു. എനിക്ക് വേണ്ടി ഒരു ആയുധം എവിടെയോ തയ്യാറാവുന്നുണ്ട്. ഇനിയൊരു രക്തസാക്ഷി മണ്ഡപം കൂടെ ഉയരുന്നത് കാണാൻ അമ്മയ്ക്കും ചേച്ചിക്കും ത്രാണി ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു ജയിൽ മുറിയിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ടാവുന്ന വിശ്വാസത്തിൽ അവർക്ക് ഇനിയുള്ള കാലം വഴിക്കണ്ണുകളുമായി കാത്തിരിക്കാലോ. ഇത് പലതിൻ്റെയും അവസാനമാകട്ടെ. ബാല, കണ്ണൂരിൽ നഷ്ടപ്പെട്ട ശാന്തിയും സമാധാനവും വീണ്ടു കിട്ടാൻ ഇതൊരു ചെറിയ കാരണമാവുന്നെങ്കിൽ എനിക്കത് മതി. കരുനാഗപ്പള്ളിയിൽ വെച്ച് ഞങ്ങളുടെ സംഘം പ്രവർത്തകനെ പൈശാചികമായി കൊലപ്പെടുത്തിയ രാഷ്ട്രീയ വൈതാളികർക്ക് അതേ നാണയത്തിൽ ശക്തമായ തിരിച്ചടി നൽകുന്നതാണ്. ചോരയുടെ മണമില്ലാത്ത, കണ്ണീരിന്റെ കലക്കമില്ലാത്ത ദിനരാത്രങ്ങൾ സങ്കല്പമോ സ്വപ്നമോ മാത്രമായി മാറുകയാണോ? താരാട്ട് കേട്ടുറങ്ങേണ്ട കുഞ്ഞുങ്ങൾ കൊലവിളികളും ആർത്തനാദങ്ങളും കേട്ട് ഭയന്ന് കരയുമ്പോൾ ഉത്തരം പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുക മാത്രം ചെയ്യുന്നൊരു കാലം നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി നമ്മൾ പടുത്തുയർത്തേണ്ടിയിരിക്കുന്നു. അതിനായി കണ്ണുകൾ തുറക്കുക.